ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ രോഹിത് ഇരുന്നിങ്ങനെ ഫിലിം കാണാൻ കേട്ടോ. ഈ സമയമാണ് വിഷ്ണു അങ്ങോട്ടൊക്കെ കടന്നു വരുന്നത്. ഡോറങ്ങ് ഇടിച്ചു പൊളിച്ച് വിഷ്ണു രോഹിത്തിന് കണക്കിന് കൊടുക്കുന്നുണ്ട്. എൻ്റെ അമ്മ ഇന്ന് എൻ്റെ അച്ഛൻ ആ വീട് വിട്ട് ഇറങ്ങിയിരിക്കുന്നു. എൻ്റെ അമ്മയുടെ അച്ഛൻ്റെയും വേദന നീ അറിയണം. അവരുടെ മനസ്സ് വേദനിക്കുമ്പോഴൊക്കെ നിന്നെ ഞാൻ അടിക്കുമെന്ന് പറഞ്ഞ് പട്ടിയെ പോലെ പൊതിരെ തല്ലിക്കൊണ്ടിരിക്കണം കേട്ടോ. ഇത് കാണുന്ന സുസ്മിത ആകെ അന്താളിച്ചു പോയി നിൽക്കാണ്. ജഗദീപ് ആണെങ്കിൽ പറയാനില്ല. അങ്ങനെ വിഷ്ണുവിന്റെ ആ പഴയ ഇടിയും തൊഴിയൊക്കെ തുടങ്ങിയിരിക്കുന്നു. വിഷ്ണു ആണെങ്കിലും മാറി ഇങ്ങനെ അടിച്ചും കൊണ്ടിരിക്കുകയാണ്. ഈ സമയം രോഹിത്തിന് താങ്ങുന്നില്ല. ഇതേ സമയം സുസ്മിതയാണെങ്കിൽ നീ എന്താടാ ഈ കാണിക്കുന്നത്? എന്റെ വീട്ടിൽ വന്ന് നീ എന്തിനാടാ ഇവിടെ അടിക്കുന്നത്? എടാ, നീ ആ ഉപേന്ദ്രനെ കൂട്ടുപിടിച്ച് നീ ഇങ്ങനെയൊക്കെ ആയില്ലേ? എന്റെ അമ്മയെ നീ കുരുതിക്ക് കൊടുത്തില്ലേ? എന്റെ അച്ഛനെ നീ വഴിയാധാരമാക്കില്ലേ? എന്റെ അച്ഛന്റെ സ്വപ്നങ്ങൾ നീ തകർത്തില്ലേ എന്നൊക്കെ വിഷ്ണു ഇങ്ങനെ രോഹിത്തിനോട് പറയുമ്പോൾ ഉടൻ തന്നെ സുസ്മിത, ഈ ഉപേന്ദ്രൻ നിങ്ങളുടെ ചിറ്റപ്പനൊക്കെ എന്തിനാ ഇവിടെ എടുത്തിടുന്നത്? എടി, നീ മിണ്ടരുത്. ഈ രോഹിത് എന്ന് പറയുന്ന ഉപേന്ദ്രൻ എന്ന് പറയുന്ന നിന്റെ വീട്ടിൽ ഇപ്പൊ സഹവാസം തുടങ്ങിയത് എങ്ങനെയാണ്? നീ ഇതിൽ നീയും അതുപോലെ ചന്ദ്രബോസ് ഇതിന്റെ പിറകിൽ കളിച്ചത് ഞാൻ അറിയില്ലെന്നാ നീ കരുതി? എന്നെ നീ വിഡ്ഢിയാക്കാൻ നോക്കണ്ടടി എന്ന് പറഞ്ഞ് വീണ്ടും പുതിരെ രോഹിത്തിനെ തല്ലിക്കൊണ്ടിരിക്കാനായിട്ടാ. ഇതേ സമയം രോഹിത് ചോദിക്കുന്നുണ്ട്, നീ എന്തിനാടാ എന്നെ ഇങ്ങനെ തല്ലുന്നത്? ഞാൻ പിന്നെ എന്താടാ ചെയ്യണ്ടേ? വല്ലവരുടെയും കുഞ്ഞിനെ ഞാൻ ചുമക്കണടാ. അത് കേട്ട ഉടനെ വിഷ്ണു പറയണ, എന്റെ കുഞ്ഞ് തന്നെയാടാ നിനക്ക് ശാലിനി തന്നത്. നീയും നിന്റെ ഭാര്യയും സുഖമായി ജീവിച്ചോട്ടെ എന്ന് കരുതിയാണ് എന്റെ കുഞ്ഞിനെ അവൾ നിനക്ക് വിട്ടു തന്നത് പോലും. എന്നിട്ട് പോലും നീ ആ ഒരു ഭാഗ്യം ആസ്വദിക്കാൻ കഴിവില്ലാത്ത വിഡ്ഢിയായി പോയില്ലടാ എന്നും പറഞ്ഞ് വീണ്ടും തല്ലാൻ കേട്ടോ. ഇതേസമയം സുസ്മിത ആകെ പേടിച്ചിരിക്കുക. എന്നിട്ട് പറയണേ, നിനക്ക് ഇനി തല്ല് കിട്ടാൻ കിടക്കുന്നേ ഉള്ളൂ. എന്റെ അച്ഛനമ്മമാരുടെ മനസ്സ് എപ്പോഴൊക്കെ വേദനിക്കുന്നു അപ്പോഴൊക്കെ എനിക്ക് ഈ തല്ല് കിട്ടും. ഇത് ഓർത്തു വെക്കുന്നത് നല്ലതാണ്. പിന്നെയും വീണ്ടും അടിക്കാൻ ഒരുങ്ങുമ്പോഴേക്കും ജഗദീപ് ഇടപെട്ട്, വേണ്ട ഷനെ, ഇനി അവനെ തല്ലിക്കഴിഞ്ഞാൽ അവൻ മരിക്കും. അപ്പൊ വിഷ്ണു പറയുന്നുണ്ട്, എടാ, ഇതാ നിന്റെ ഈ കരണനരമ്പുണ്ടല്ലോ, അതിലോട്ട് ഞാനൊന്ന് അമർത്തി പിടിച്ച പിന്നീട് നിനക്ക് ശ്വാസം എടുക്കാൻ കഴിയില്ല. നീ അങ്ങ് തീർക്കണോടാ എന്ന് പറയുമ്പോൾ സുസ്മിത വിറളിച്ച് നിൽക്കുന്നു കേട്ടോ. സുസ്മിത ആകെ പേടിയോടുകൂടി ഭയത്തോടുകൂടി ഈശ്വര എന്നുള്ള ആ ഭാവത്തോടുകൂടി സുസ്മിത നിൽക്കുകയാണ് കേട്ടോ. എനിക്കത് താങ്ങാൻ കഴിയുന്നില്ല. അങ്ങനെ വീണ്ടും രോഹിത്തിനെ അടിച്ചിട്ട് പ്രതീക്ഷിക്കാത്ത ഒരു 1.5 അടി സുസ്മിതക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് നീ പിടിച്ചടിയടി പെണ്ണെ. ഇനി നീ ഓർത്തോ, എൻ്റെ അച്ഛൻ അമ്മ അപ്പോഴൊക്കെ അവരെ ഈ വീടിനെ കുറിച്ച് ആലോചിച്ച് കരയുന്നുണ്ട്. അപ്പോഴൊക്കെ നിനക്ക് ഈ അടി ഉറപ്പടി എന്നും പറഞ്ഞ് അടിക്കുന്നുണ്ട് കേട്ടോ. ഇതേ സമയമാണ് വിഷ്ണുവിന് ഫോൺ കോൾ വരുന്നത്. ഈ സമയം വൃദ്ധസദനത്തിലെ ആ ഒരു പ്രസിഡന്റ് ആയിരിക്കും വിളിച്ചിട്ടുണ്ടാവുക. അങ്ങനെ അവരുടെ ഫോണിൽ നിന്നും രാഘവൻ പറഞ്ഞു കൊടുത്ത നമ്പർ പ്രകാരമാണ് വിളിക്കുന്നത്. അങ്ങനെ ഉടൻ തന്നെ, ഇത് വിഷ്ണു കുഞ്ഞല്ലേ? അതെ, ഇത് ഞാനാണ്. ഇന്ന വൃദ്ധസദനത്തിൽ നിന്നാണ് വിളിക്കുന്നത് എന്ന് പറയട്ട. എന്താ വിശേഷം എന്ന് ചോദിക്കുമ്പോൾ, നിന്റെ അച്ഛനും അമ്മയും ഇവിടെ വന്നിട്ടുണ്ട്. അവരെവിടെ ഞങ്ങൾക്ക് താമസിപ്പിക്കാൻ പറ്റില്ല, അവർക്ക് മക്കളുള്ളത് കൊണ്ട് തന്നെ. അതുകൊണ്ട് എന്നെ നിങ്ങളൊന്നും വിചാരിക്കരുത് എന്നൊക്കെ പറയുമ്പോൾ ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത് എന്നൊക്കെ ആ സെക്രട്ടറി പറയണം കേട്ടോ. അപ്പൊ അത് കേട്ട ഉടൻ തന്നെ പറയുന്നുണ്ട്, ഞാൻ അങ്ങോട്ടേക്ക് ഇപ്പൊ എത്താതെ വരെ നിങ്ങൾ എൻ്റെ അച്ഛനമ്മമാരെ ഇവിടെ നോക്കണം, ഞാൻ ഇപ്പൊ വന്നിരിക്കും എന്ന് പറഞ്ഞിട്ട് തൻ്റെ അച്ഛൻ്റെ കയ്യിൽ ഫോൺ കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ, അച്ഛാ ഞാനിപ്പോൾ വരും, അച്ഛൻ അവിടെ ഇരിക്കും, സമാധാനത്തോടു കൂടി ഇരിക്കുമെന്ന് പറഞ്ഞിട്ട് ആ സമയം വിഷ്ണുവിന്റെ കണ്ണിൽ നിന്നും ചോരത്തുള്ളികൾ പൊടിയുന്നത് പോലെ അങ്ങ് പൊടിഞ്ഞ് തൻ്റെ കണ്ണീർ തുള്ളികൾ അങ്ങ് തുടച്ചിട്ട് ഓരോറ്റ അടി കരണക്കുറ്റി നോക്കി വീണ്ടും രോഹിത്തിന് കൊടുക്കുന്നു കേട്ടോ. ഇതേ സമയം രോഹിത്തിനെ അടി കിട്ടി വെയ്യാതായിരിക്കുന്നു കേട്ടോ. ഈ സമയം സുസ്മിതയാണെങ്കിലും പെട്ടെന്ന് സ്റ്റെപ്പിലോട്ട് അങ്ങ് കയറി ഓടുകയാണ്. തനിക്ക് ഇനി അടി കിട്ടും എന്ന് മനസ്സിലാക്കാണ്. അങ്ങനെ വിഷ്ണു അവിടെ നിന്നും പിന്നീട് തന്റെ ബൈക്ക് എടുത്ത് പെട്ടെന്ന് പോവാണ് തന്റെ അച്ഛനമ്മമാരുടെ അടുത്തോട്ട്. ഈ സമയം രാഘവനാണെങ്കിലോ സത്യഭാമയുടെ അടുത്തോട്ട് ചെല്ലുമ്പോൾ സത്യഭാമ ഒരു തരം വെറുങ്ങലിച്ചതുപോലെ ആയിരിക്കുന്നു കേട്ടോ. ഷോക്കേറ്റതുപോലെ സത്യഭാമ ഇങ്ങനെ വെറുങ്ങലിച്ച് ഇങ്ങനെ നിൽക്കുന്ന, ഇളകുന്നില്ല. അങ്ങനെ രാഘവനെ അടുത്ത് ചെന്നിരിക്കുമ്പോൾ സത്യഭാമ ആ വെറുങ്ങലിച്ച സത്യഭാമ പൊട്ടിക്കരഞ്ഞുകൊണ്ട് രാഘവന്റെ ആ ഒരു സൈഡിലോട്ട് ചായാടിട്ടാ. അങ്ങനെ സത്യഭാമ എന്ന വൻമരൻ തന്നെ കടപുഴുകി വീഴുന്ന ആ ഒരു വലിയൊരു എപ്പിസോഡാണ് കാണുന്നത്. അങ്ങനെ സത്യഭാമ പൊട്ടി രാഘവന്റെ തോളിൽ കിടന്ന് കരയാണ് കേട്ടോ. ഈ സമയം രാഘവൻ ഇങ്ങനെ തലോടുന്നുണ്ട്. ഇപ്പൊ വിഷ്ണുവിനെയും കാണിക്കുന്നുണ്ട്. പിന്നീട് ശാരദാമ്മയാണ് കാണിക്കുന്നത്. ശാരദാമ്മ ഇങ്ങനെ പറയണേ, എന്തായിരിക്കും അവരുടെ അവസ്ഥ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ ശാലി പറയുന്നുണ്ട്, അറിയത്തില്ലല്ലോ, എന്തായിരിക്കും അവരുടെ അവസ്ഥ, അറിയാനാണെങ്കിൽ യാതൊരു വഴിയില്ല, എന്തായാലും വിഷ്ണുവേട്ടൻ പോയിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴാണ് ശാരദാമ്മയുടെ ഫോൺ എടുക്കുന്നുട്ടോ. എന്താ ഇത്, പിള്ളച്ചേട്ടനാണല്ലോ, പിള്ളച്ചേട്ടൻ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ടേക്ക് വിളിക്കുന്നത്? അപ്പോൾ ഇതിന്റെ ഫോൺ എടുക്കുക അമ്മ എന്ന് പറയണേ. അങ്ങനെ പിള്ളയുടെ ഫോണാണെന്ന് കാണുമ്പോൾ ശാലിനി കുഞ്ഞിക്ക് വിളിച്ചിട്ടും കിട്ടുന്നില്ല. അതുകൊണ്ടാണ് ശാരദാമ്മ നിങ്ങളുടെ ഫോണിലോട്ട് വിളിച്ചത്. എന്താ
ശേഷം അത് ഈ സത്യാമ്മയുടെ വീട് ജപ്തി ചെയ്തിരിക്കുന്നു. സത്യാമ്മയും രാഘവൻ സാറും ഈ പടിയിറങ്ങി പോയിരിക്കുന്നു. അവരുടെ സാധനങ്ങളെല്ലാം വീട്ടുമുറ്റത്ത് വലിച്ചു വാരിയിട്ടിരിക്കുകയാണ്. ആ സാധനങ്ങൾ ഞങ്ങളോട് കൊണ്ടുപോയിക്കൊള്ളാനാ പറഞ്ഞത്. ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഷാലിനി കുഞ്ഞിന്റെ കയ്യിലൊന്ന് കൊടുക്കുക എന്ന് പറയുമ്പോൾ ഷാലിനിയുടെ കാര്യങ്ങൾ പറയുമ്പോൾ ഷാലിനി തന്റെ വയറ്റിൽ കുത്തിയ മുറിവിന്റെ കാര്യം മാറുന്നു. ഷാലിനി എണീറ്റിരിക്കുകയാണ് കേട്ടോ. മോളെ നീ എന്താടി കാണിക്കുന്നത് എന്ന് പറഞ്ഞ് അനുപല്ലവി അതുപോലെ തന്നെ ശാരദാമ്മയെ വിളിക്കുന്നുണ്ട് കേട്ടോ. ഈ സമയം ആ വാക്കുകൾക്ക് യാതൊരു വിലയും കൊടുക്കാതെ എന്നിട്ട് സത്യാമ്മ എങ്ങോട്ടാ പോയത് അറിയില്ല. അപ്പൊ വിഷ്ണു വെട്ടണോ എന്ന് ചോദിക്കുമ്പോ വിഷ്ണു ആ ചന്ദ്രബോസിനുമായി ഉടക്കിയിട്ട് എങ്ങോട്ടോ പോയി എന്നും പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് ഒരു 10 മിനിറ്റ് ഞാനിപ്പോൾ ഫോൺ വിളിക്കാം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഫോൺ കട്ട് ചെയ്തതിന് ശേഷം ഒരുപാട് തവണ വിഷ്ണുവിനെ വിളിക്കുന്നുണ്ട്. പക്ഷെ വിഷ്ണു ഫോൺ എടുക്കുന്നില്ല. വിഷ്ണു ആണെങ്കിലോ ചീറിപ്പാഞ്ഞുകൊണ്ട് തൻ്റെ അച്ഛനമ്മമാരുടെ അടുത്തോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ സമയമാണെങ്കിലും ഇപ്പുറത്ത് അനുപല്ലവി ഇങ്ങനെ അനുപല്ലവിയോട് ഷാനി പറയുന്നുണ്ട്, അനുപല്ലവി നീ പെട്ടെന്ന് പിള്ളച്ചേട്ടൻ്റെ അടുത്തോട്ട് പോകണം, എന്താണ് ഇവിടെ സംഭവിച്ചതെന്ന് അറിയണം, എന്തൊക്കെയാണ് അവിടെ ഉണ്ടായിരിക്കുന്നതെന്ന് ഉള്ള ഡീറ്റെയിൽ എനിക്ക് പെട്ടെന്ന് നീ പറയുന്നുണ്ടായെന്ന് പറയുന്നുണ്ട്. വീണ്ടും ഷാനി വിഷ്ണുവിനെ വിളിക്കുന്നുണ്ട്, എടുക്കുന്നില്ല. അമ്മ അവർ ഫോൺ എടുക്കുന്നില്ലല്ലോ എന്ന് പറയണേ. ഈ സമയം രാഘവൻ സാറും സത്യാമ്മ എങ്ങോട്ടാ പോയതാണാവോ? എന്തായാലും ജപ്തി ജപ്തി എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷെ ജപ്തി വരുമ്പോൾ അതിന്റെ മാനസികാവസ്ഥ എത്രത്തോളം വലുതാണെന്ന് നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു എന്നിങ്ങനെ ശാരദ പറയണ്ട. ഉടൻ തന്നെ ശാലിനി എങ്ങോട്ടാ സത്യാമ്മ പോയിട്ടുണ്ട്? അവർ നമ്മളുടെ വീട്ടിലോട്ടൊന്നും വിളിച്ചാൽ വരില്ലല്ലോ, ഒരു വീട് ഞാൻ അറിഞ്ഞുകൊടുത്തോളം അവർക്ക് കണ്ടെത്തിയിട്ടില്ല എന്നിങ്ങനെ പറയുന്നു കേട്ടോ. ഇതൊക്കെ കേൾക്കുന്ന ശാലിനി ആകെ പതറാണ്. പിന്നീട് വിഷ്ണു ആ വൃദ്ധസദനത്തിൽ എത്തിയിരിക്കുകയാണ്. ആ ഒരു വൃദ്ധസദനം കാണുമ്പോൾ തന്നെ വിഷ്ണുവിന് കണ്ണുനീർ തുള്ളികളും വിറയിലൊക്കെ വരികയാണ്. തൻ്റെ അച്ഛനമ്മമാർ ഇവിടം വരെ എത്തിയല്ലോ ഈശ്വര എന്നുള്ള ആ ഒരു സങ്കടം വിഷ്ണുവിൻ്റെ ഉള്ളിൽ വരികയാണ് കേട്ടോ. പിന്നീട് വിഷ്ണു സത്യഭാമയുടെ അടുത്തോട്ട് ഇങ്ങനെ വരുമ്പോൾ സത്യഭാമ ആർക്കൊക്കെ ഇങ്ങനെ ഫോൺ ചെയ്യാണ്. സത്യഭാമ അങ്ങനെ വിഷ്ണുവിനെ കണ്ടുകൊടുത്തന്നെ ആ ഫോൺ ഇങ്ങനെ സ്റ്റെക്കായതുപോലെ പിടിച്ചു തന്നിട്ട് ഇങ്ങനെ വിഷ്ണുവിനെ നോക്കുക. ആ സമയം വിഷ്ണു തൻ്റെ അച്ഛനെ വിറച്ചും കൊണ്ട് തോളിൽ കൈവെക്കുമ്പോൾ രാഘവൻ അങ്ങ് പൊട്ടിക്കരയാനായിട്ട്. രാഘവന്റെ കരച്ചിൽ കാണുന്ന വിഷ്ണു പിന്നീട് അച്ഛ എന്നും പറഞ്ഞിട്ട് സത്യഭാമയുടെ അടുത്തോട്ട് ചെന്നിട്ട് പറയണേ, മതി, എന്തിനാണ് അമ്മയെ ഇങ്ങനെയുള്ള വാശി ചെയ്ത്? ഇതിനായിരുന്നു അമ്മ ഞങ്ങളോടൊന്നും മിണ്ടാതിരുന്നത്. ഞാൻ എത്ര തവണ അമ്മയോട് ചോദിച്ചു എവിടേക്കാണ് പോകുന്നതെന്ന്. ഇതിനായിരുന്നോ? ഈ ഒരു ഇതാണെങ്കിൽ അമ്മക്ക് ഒരു വാക്ക് എന്നോട് പറയുന്നില്ലേ, മിണ്ടരുത് എന്ന് സത്യഭാമ പറയണേ. ഇനി അമ്മ ഒന്നും പറയണ്ട, ഞാൻ തീരുമാനം എടുക്കും, അച്ഛാ പോവാം എന്നും പറഞ്ഞിട്ട് സത്യഭാമയെ രാഘവനെ അവിടെ നിന്ന് എണീപ്പിച്ചിരുത്തുമ്പോൾ രാഘവൻ ഇങ്ങനെ സത്യഭാമയെ നോക്കണം കേട്ടോ. ഈ സമയം സത്യഭാമയുടെ ആ ഈഗോ ഉണ്ടല്ലോ, അതായത് ആ വാശി ഉണ്ടല്ലോ, ശാലിനിയൊത്ത് നീ ഇനി അവളുമായി കൂട്ടു പോവുകയാണെങ്കിൽ എനിക്കൊപ്പം ഉണ്ടാവില്ല എന്നുള്ള ആ ഒരു ചിന്താഗതി ഉണ്ടല്ലോ, അതൊക്കെ ഇനി മാറും. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം സത്യഭാമ ഇനി ഏതുവരെ പോവും എന്നുള്ളത്. അപ്പൊ എന്തായാലും സത്യഭാമ ഒരുവിധം തളർന്നു വീണിരിക്കുകയാണ്. ഇതേ സമയം സുസ്മിതയാണെങ്കിലോ പേടിച്ചു വിറച്ചിരിക്കുകയാണ്. സുസ്മിതയ്ക്ക് സത്യഭാമയെ രാഗം എപ്പോ കരയുന്ന ആ സമയമൊക്കെ നിന്റെ വീട്ടിൽ വന്ന് നിന്നെ തല്ലുപൊടി എന്ന് പറഞ്ഞ വിഷ്ണുവിന്റെ ആ വാക്ക് വല്ലാത്തൊരു പേടി തന്നെ ആയിരിക്കും കേട്ടോ. അങ്ങനെ ഒന്നൊന്നര അടി തന്നെ വിഷ്ണു തുടങ്ങിയിരിക്കുകയാണ്. പിന്നീട് ഇനി ശാലിനി അനുപല്ലവി വന്നു കഴിഞ്ഞാൽ ശാലിനി ഇനി രംഗത്തിറങ്ങും. ശാലിനി കാര്യങ്ങളൊക്കെ മുന്നിട്ട് ചെയ്തു തന്നെ കാര്യങ്ങൾ തീരുമാനിക്കൂട്ടോ. അപ്പോൾ ഇതുപോലെ ഡെയിലി എപ്പിസോഡ് ഇതിലുണ്ടാവും, അതുപോലെ തന്നെ അപ്കമിങ് എപ്പിസോഡും ഇതിലുണ്ടാവും. ആദ്യമായിട്ടാണ് ചാനൽ വരുന്നതെങ്കിൽ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.